ഹലോ ഗൈസ്. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് എന്തുവാ ആഗ്രഹിച്ചൊരു കാര്യമാണ്. എന്താണല്ലേ അത് പറയുന്നില്ല. ഫസ്റ്റ് കാണിച്ചു തരാൻ അതിന്റെ ഒരു സംഭവം ഇത് കാണാൻ പറ്റുന്ന കണ്ടു ഞങ്ങളിപ്പോ ഇച്ചിരി ലേറ്റ് ആയിട്ടാ പറയുന്നത്. ഇതിപ്പം 5ാമത്തെ മാസമായി, ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലേ? നമ്മളിപ്പോ പറയാമെന്ന് പറഞ്ഞ് നല്ലപോലെ നീണ്ടുപോയി, ഇച്ചിരി അങ്ങ് നീണ്ടുപോയി. സംഭവം പുള്ളിക്കാരിക്ക് വയ്യായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ഛർദിലായിരുന്നു. എനിക്ക് 5 മാസം ഇപ്പോഴും ഉണ്ട്. ഛർദിലിന് കുറവൊന്നുമില്ല. ഗുളിക കഴിച്ചാലും ഞാൻ ഛർദിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നിരുന്ന് ചെയ്യാൻ, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് സെറ്റ് ആയത്. എപ്പോഴും കട്ടിലിൽ ഇങ്ങനെ കിടത്താൻ. അത് വയ്യാത്തോണ്ട് നമ്മൾ അങ്ങനെയും കിടക്കുമല്ലോ. അതാ ഇപ്പൊ നമുക്ക് 5 മാസമായി. ഇത് ഞാൻ ഇക്കാക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നോമ്പ് സമയത്താണ്. നോമ്പ് എനിക്ക് തോന്നുന്നു 20 കഴിഞ്ഞ് നോമ്പ് 20 കഴിഞ്ഞിട്ടാണ് ഇതാണെന്ന് അറിയുന്നത്. അപ്പം രാവിലെ നമ്മൾ ഇടയത്താഴത്തിന് എണീക്കുമല്ലേ. ഇടയത്താഴത്തിന് എണീച്ച ഞാൻ ഇന്നലെ അങ്ങ് മേടിച്ച് വെച്ച്, ഇക്കായെ കൊണ്ട് മേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡൗട്ട് അങ്ങനെ ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഒരു സംഭവത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ്, എനിക്ക് ഉറക്കം വന്നതേ ഇല്ല അന്നത്തെ രാത്രി. ഞാൻ ഇങ്ങനെ രാവിലേക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു, ഉറങ്ങിയില്ല. ഇങ്ങനെ എണീച്ച് എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോഴത്തേക്ക് സംഭവം ഇതാണ്ട് ഇങ്ങനെ പക്ഷെ ഇതേ കണക്കല്ല കേട്ടോ തെളിഞ്ഞു വന്ന. അപ്പോഴത്തേക്ക് എന്നാലും ചെറിയൊരു വര ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇക്കായെ കൊണ്ടുവന്ന് കാണിച്ചു. ഇക്കാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. എണീരിക്ക നോക്കുക. അങ്ങനെ ഞാൻ ഇക്കായെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഇക്ക പറയാം, പക്ഷെ എന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ആയിപ്പോയി എന്റെ ഈ കൊച്ചിന്റെ എക്സ്പ്രഷൻ. അത് പറ, ഇത് പറ എക്സ്പീരിയൻസ് ഇത് കണ്ടപ്പോൾ എന്തുവായിരുന്നു? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഇത് കണ്ടപ്പം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ പ്രതീക്ഷിക്കാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പം ഇവള് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ കിടന്ന് ഞാനില്ല ഉറക്കത്തിണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴാ ഇത്. ഞാൻ വിചാരിച്ച സ്വപ്നമായിരിക്കും. സ്വപ്നമാണോ? അല്ല, പിച്ചയൊക്കെ നോക്കി കയ്യിൽ. എന്നിട്ടാണെങ്കിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അല്ല, അപ്പൊ നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേറ്റായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടുത്തെ ഉമ്മായൊക്കെ ഞാൻ ഈ സാധനം കൊണ്ട് ചെന്ന് തന്നെ കാണിച്ചത്. അപ്പൊ ഉമ്മ അല്ല ഇങ്ങനെ നോക്കി. പക്ഷെ അതിനകത്ത് ഒരു വര ഇങ്ങനെ തെളിയാത്തോണ്ട് അവർക്കൊക്കെ ഡൗട്ട്, രണ്ടുപേരും തെളിഞ്ഞില്ലേ. രാവിലെയും കൂടെ ഇല്ല, ഇടയത്താഴത്തിന് എണീറ്റയും കൂടെ ഇല്ലേ. ഇങ്ങനെ നോക്കുകയും തെളിഞ്ഞ. പിന്നെ ഞാൻ ഇവിടുത്തെ എനിക്ക് ചെറിയ നാത്തൂനുണ്ട്, അവളെ എല്ലാം കാണിച്ച് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ഞാൻ അപ്പൊ തന്നെ എന്റെ ഉമ്മയെ വിളിച്ചു പറഞ്ഞു, വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു. ഉമ്മ കൺഗ്രാജുലേഷൻ ഉമ്മച്ചാമ്മ ആയി ഉമ്മ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ഹാപ്പിയായി. ഇപ്പം 15-ാം തീയതി അടുത്ത 5ാം മാസത്തിന്റെ സ്കാനിങ്, അനോമലി സ്കാൻ. നമ്മളുടെ ഈ ഗർഭകാലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കാനിങ് ആണ് അനോമലി സ്കാൻ. അത് നമുക്ക് പറഞ്ഞേക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15-ാം തീയതിയാണ്. ഇനി അതിന് പോണം. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിക്കും എപ്പോഴും സ്കാനൊക്കെ ചെയ്യാൻ പോകുമ്പോഴേ വീഡിയോ എടുക്കണം. പക്ഷെ നമുക്ക് ടൈം കിട്ടാറില്ല. പെട്ടെന്ന് അങ്ങ് നടക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ടൈം കിട്ടാറില്ലായിരുന്നു. ഇനിയിപ്പം നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെതായ ഒരു വീഡിയോസും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇപ്പം പ്രഗ്നന്റ് ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം. സാധാരണ എല്ലാവർക്കും 3 മാസം ആകുമ്പോഴത്തേക്ക് ഛർദിലും ഇതെല്ലാം നിൽക്കും. പക്ഷേ ഇവക്ക് 5 മാസമായി, ഇതുവരെ ഒരു കുറവില്ല. ഭയങ്കര ഛർദിലായി പോയി. ഇപ്പൊ നമ്മള് ഗുളിക കഴിക്കുന്നുണ്ട്. അങ്ങനെ ഗുളിക കഴിച്ചുകൂടാ, എന്നിട്ടും രക്ഷയില്ല. നമുക്ക് ഗുളിക കഴിച്ചിട്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. എപ്പോഴും ഛർദില്, തലവേദന, സൈക്കിൾ അടിച്ച രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലേ. എന്താ അത് നമുക്ക് വയ്യെങ്കിൽ നമ്മൾ ഇച്ചിരി ഇങ്ങനെ നിന്ന് വിളിക്കും, അതിനാ പറയുന്ന. രാത്രി ആകുമ്പോഴത്തേക്ക് വയറുവേദന, തലവേദന, കാലുവേദന. എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട്. തലവേദന ഇവിടുന്ന് കാല് വരെ ഉണ്ട് വേദനകളെല്ലാം.
ഇതൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ. ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണ വീഡിയോ അതെല്ലാം ബാക്കി വരും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ഷെയർ ചെയ്യുക, ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.